ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കിടലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. മത്തിയുടെ മുട്ട ഫ്രൈ ചെയ്തതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പനിഞ്ഞിന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് നല്ല റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് വേറൊരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് പനിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ കിട്ടാറില്ല, അപ്പോൾ ഇത് സീസൺ ആയതുകൊണ്ട് കിട്ടിയതാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ മത്തിയൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ 1 കിലോ മത്തി കൊണ്ടൊന്നും നമുക്ക് ഇത്രയൊന്നും മുട്ട കിട്ടില്ല, വളരെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഇത് നന്നായിട്ട് നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കഴുകുമ്പം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കഴുകിയിട്ടുള്ളത്. അപ്പോൾ തിരുമ്മി കഴുകരുത്, അപ്പോൾ അത് പൊട്ടിപ്പോവും. ഇതിൽ ചിലതൊക്കെ ചെറുതും ചിലതൊക്കെ ഒരുപാട് വലുതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴുകുമ്പോൾ ചിലതൊക്കെ ഈ മൂക്കാതെ നല്ല പനിഞ്ഞികളൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ച് തന്നെ കഴുകുക കേട്ടോ. ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഒരു പച്ചമുളകൊക്കെ മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ നോക്കുക കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പം ഒരു 2 ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയും കൂടെ ഒന്ന് പച്ചമണം മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള പനിഞ്ഞി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ പനിഞ്ഞി ഇട്ട് കൊടുക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നല്ല കുത്തി ഇളക്കരുത്, പതുക്കെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇളക്കുക. പിന്നെ ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കുക കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ അത് അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കാര്യമായിട്ട് ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എണ്ണ ഒന്ന് വേണം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശകലം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതുക്കെ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഒരു 3-4 വറ്റൽമുളക് നടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിനും പിന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ വറ്റൽമുളകിൻ്റെ ആ കുരുവിൻ്റെയൊക്കെ അത് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നല്ലൊരു 10 മിനിറ്റും കൂടെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും. ഇപ്പോൾ കറക്റ്റായിട്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മേത്തേക്ക് പൊട്ടിത്തെറിക്കും. നന്നായിട്ട് തന്നെ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മളെ മുഖത്തേക്കോ മേത്തേക്കൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ബാക്കി ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം, എരിവ് വേണ്ടവർക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ടേസ്റ്റൊക്കെ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.